കഴിഞ്ഞ ദിവസത്തിൻ്റെ അത്രയും ശക്തമായിരുന്നില്ലെങ്കിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 26 പോയിന്റ് ഇടിഞ്ഞ് 23,532 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ സെല്ലിംഗ് തുടരുന്നതിനിടെ ഇൻഡെക്സ് സെപ്റ്റംബർ മാസത്തെ ഓൾ ടൈം ഹൈ ആയ 26,277 നിന്നും 10% കറക്റ്റായി കഴിഞ്ഞു. ഇനിയും ഇൻഡെക്സ് 10% കറക്റ്റാകും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇൻഡെക്സ് 10% വരെ കറക്റ്റാകുന്നതിനെ ഹെൽത്തിയർ കറക്ഷൻ എന്നും 10 മുതൽ 20% വരെ കറക്റ്റാകുന്നതിനെ ഡീപ്പ് കറക്ഷൻ എന്നും 20%-ന് മുകളിൽ ഇൻഡെക്സ് കറക്റ്റ് ആവുകയാണെങ്കിൽ ഇൻഡെക്സ് ബിയർ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തു എന്നുമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 10% ഇടിയാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ബിയർ മാർക്കറ്റ് സോണിലേക്കാണ് നീങ്ങുന്നതെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ബിയർ മാർക്കറ്റ് സോണിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഇയർ എൻഡോടുകൂടി ഇൻഡെക്സിൻ്റെ സപ്പോർട്ട് 21,300 എത്തും. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി 42,000 എന്ന സോണിലേക്ക് എത്താനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ തന്നെ ഇൻഡെക്സ് 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് എത്തിയിരുന്നു. കൂടാതെ സെപ്റ്റംബർ മാസത്തെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ 1.2 ലക്ഷം കോടി രൂപയുടെ വിഡ്രോയാണ് നടത്തിയിരിക്കുന്നത്. CLSAയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q1 വരെ ഇൻഡെക്സ് അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാന ഡൗൺ സൈഡ് സപ്പോർട്ട് 22,800 എന്ന സപ്പോർട്ട് നഷ്ടമായി കഴിഞ്ഞാൽ 21,300 എന്ന ലെവലിലേക്കായിരിക്കും ഇൻഡെക്സ് നീങ്ങാൻ ശ്രമിക്കുക. ഈ അവസരത്തിൽ റിസ്ക് റിവാർഡ് റേഷ്യോ മനസ്സിലാക്കി ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം ഇൻവെസ്റ്റേഴ്സ് നടത്താനെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു PSU സെക്ടറിലെ സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. സ്റ്റോക്ക് 0.8% വർദ്ധിച്ച് 4,101 ക്ലോസിംഗ് നൽകി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 1,510 കോടിയായി മാറി. റവന്യൂ 6% ഇയർ ഓൺ ഇയറിൽ ഉയരുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 5,635 കോടിയിൽ നിന്നും 5,976 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 22% വർദ്ധിച്ച് 1,236 കോടിയിൽ നിന്നും 1,510 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ 7% വർദ്ധിച്ച് 1,527 കോടിയിൽ നിന്നും 1,640 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 27% നിന്നും 27.4% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിലും വർധനവുണ്ടായിട്ടുണ്ട്. 78,095 കോടിയിൽ നിന്നും 86,529 കോടിയിലേക്കാണ് ടോട്ടൽ അസറ്റ്സിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഓർഡർ ബുക്കും ഇൻടാക്റ്റ് ആണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഇപ്പോൾ 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വരും സമയങ്ങളിൽ സ്റ്റോക്ക് ഇനിയും കറക്റ്റാകാൻ സാധ്യതയുണ്ട്. കൂടാതെ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 8%, 3 മാസം കൊണ്ട് 11% കറക്റ്റായി. ഇത്രയും വലിയ കറക്ഷൻ വന്നിട്ടും ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 47% ഹയർ സൈഡ് റിട്ടേൺ കാണാൻ സാധിക്കും. കൂടാതെ കഴിഞ്ഞ 3 വർഷമായി ഈ സ്റ്റോക്കിൽ തുടരുന്നവർക്ക് 480% റിട്ടേൺ ആണ് ലഭിച്ചത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം 4,000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ 4,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 4,000 എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് 3,000. 5,000 വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ച് 5,000 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.